2025 മെയ് 3 തെളിയുന്നത് അപൂർവ രാജയോഗമാണ്. ഒന്നിനു പുറകെ ഒന്നായി ഭാഗ്യം തേടി വരും. വരുമാനവും സമ്പത്തും ഐശ്വര്യവും ഒന്നിനൊന്ന് വർദ്ധിക്കും. 3 രാശിക്കാർക്കാണ് ഈ ഗുണം ഉണ്ടാകുന്നത്. വേദജ്യോതിഷ പ്രകാരം ഒരു സുപ്രധാന ജ്യോതിഷ പ്രതിഭാസം ചക്രവാളത്തിൽ രൂപപ്പെടുകയാണ്. 2025 മെയ് 3 ചൊവ്വയുടെയും ചന്ദ്രന്റെയും സംഗമം മൂലം മഹാലക്ഷ്മി രാജയോഗം ഉദയം ചെയ്യും. ഈ അപൂർവ ഗ്രഹവിന്യാസം സമൃദ്ധിയും ഭാഗ്യവും കൊണ്ടുവരുന്നതാണ്. 12 രാശികളിലും ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകുമെങ്കിലും പ്രത്യേകമായി 3 രാശി ചിഹ്നങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് അസാധാരണമായിട്ടുള്ള ഭാഗ്യം കൈവരും. ഈ പ്രപഞ്ച സംഭവം വ്യക്തികളിൽ മാത്രമല്ല മുഴുവൻ ഗ്രഹങ്ങളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തും. ഏതെല്ലാം രാശിക്കാർക്കാണ് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ സൗഭാഗ്യം വരികയെന്നും അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടാവുക എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ രാശിക്കാര് കന്നി രാശിക്കാരാണ്. ഉത്രം 1/4 ഭാഗം, അത്തം ചിത്തിര പകുതിയും ചേരുന്നതാണ് കന്നി രാശി. ഈ കന്നി രാശിയിൽ ജനിച്ചവർക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ചും ശുഭകരമാണ് എന്ന് വേണം പറയാൻ. കന്നി രാശിക്കാരുടെ വരുമാന ഭാവത്തിലാണ് മഹാലക്ഷ്മി രാജയോഗം കുടികൊള്ളുന്നത്. അതിനാൽ തന്നെ സാമ്പത്തിക നേട്ടങ്ങളിൽ ഗണ്യമായ ഉയർച്ച ഇവർക്ക് ഉണ്ടാകുന്നു. ജീവനക്കാർക്ക് കൂടുതൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ഇത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തെ നേട്ടങ്ങളിലേക്കും വിജയങ്ങളിലേക്കും നയിക്കും. ഓഹരി വിപണി, ലോട്ടറി തുടങ്ങിയ നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ഇവർക്കുണ്ടാകും. മാത്രമല്ല ഈ കാലഘട്ടം വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഐക്യവും ബന്ധങ്ങളിൽ നല്ല സ്നേഹവും കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. കന്നി രാശിക്കാർക്ക് ഈ കാലയളവിൽ സാമ്പത്തിക ശ്രമങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ഈ രാജയോഗത്തിലൂടെ സൃഷ്ടിപരവും കലാപരവുമായ മേഖലകളിൽ ബഹുമാനവും അംഗീകാരവും നേടാനായിട്ട് കന്നി രാശിക്കാർക്ക് സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഇവരുടെ ജീവിതം ഏറ്റവും ഭാഗ്യത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കന്നി രാശിക്കാർ ഈ സമയം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തുലാം രാശിക്കാരാണ്. ചിത്തിര പകുതി ഭാഗവും ചോതി വിശാഖം 1/4 ഭാഗവും ചേരുന്നതാണ് തുലാം രാശി. ഈ മഹാലക്ഷ്മി രാജയോഗം വളരെയധികം പ്രയോജനം നേടാൻ സാധ്യതയുള്ള ഒരു കൂട്ടരാണ് തുലാം രാശിക്കാര്. ഇവരുടെ കർമ്മഭാവത്തിൽ രൂപപ്പെടുന്ന ഈ രാജയോഗം തൊഴില്, ബിസിനസ്, മറ്റ് സംരംഭങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. സ്നേഹം, വ്യക്തിബന്ധങ്ങൾ ഇവയൊക്കെ ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. ആസൂത്രണം ചെയ്ത സാമ്പത്തിക തന്ത്രങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. കലാപരമായ മേഖലകളിൽ പ്രശസ്തിയും ആദരവും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടാകും. ഈ രാശിയിലുള്ള ബിസിനസ് ഉടമകൾക്ക് ബിസിനസ് വിപുലീകരിക്കുന്നതിന് സാധ്യതയുള്ള ലാഭകരമായിട്ടുള്ള ഒരു സമയമാണ് മഹാലക്ഷ്മി രാജയോഗം എന്ന് ഉള്ള രീതി ഈ മെയ് 3 മുതൽ ഇവർക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. അപ്പോൾ തുലാം രാശിക്കാരും ഈ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ സമ്പത്തും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാനായിട്ട് കാരണമാകും. മൂന്നാമതായി വരുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാര്. വൃശ്ചികം രാശിയിൽ വിശാഖം 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗത്തിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. ഈ കാലഘട്ടം മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുന്നതിനും കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും കാരണമായി തീരുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ ശുഭകരമാകുന്നതിനുള്ള എല്ലാ സമയവുമാണ് ഈ രാജയോഗത്തിൽ ഇവർക്ക് കാണുന്നത്. അതേപോലെ തന്നെ മതപരമോ അല്ലെങ്കിൽ ശുഭകരമോ ആയിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും ഈ ഒരു രാജയോഗം ഇവർക്ക് വഴിയൊരുക്കും. വ്യക്തിപരവും കുടുംബപരവുമായ സന്തോഷം ഇവർക്ക് വർദ്ധിക്കാനായിട്ടുള്ള സമയമാണ് ഇനി വരുന്നത്. ബന്ധങ്ങൾ സ്നേഹത്താൽ കൂടുതലായിട്ട് ആഴത്തിലുണ്ടാവാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട്. കൂടാതെ പ്രൊഫഷണൽ പുരോഗതിക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. തൊഴിലുടമകൾക്ക് പുതിയ പ്രൊജക്റ്റുകൾ ലഭിച്ചേക്കാം.
അതേസമയം സംരംഭകർക്ക് ശ്രദ്ധേയമായ ലാഭം ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. അപ്പോൾ വൃശ്ചികം രാശിക്കാരും മെയ് 3-ാം തീയതി മുതലുള്ള മഹാലക്ഷ്മി രാജയോഗം ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ വന്നു ചേരാനായിട്ട് അത് സാധിക്കും. മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ രൂപീകരണം നമ്മുടെ ജീവിതത്തിൽ ഗ്രഹചലനങ്ങൾക്ക് ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കന്നി, തുല, വൃശ്ചികം എന്നീ രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ വളർച്ച, വിജയം, സമൃദ്ധി എന്നിവയ്ക്കുള്ള അവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ പുരോഗതി അല്ലെങ്കിൽ സമ്പന്നമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ എന്നിവയെല്ലാം ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും അനുകൂലമായ വിന്യാസം മൂലം ഇവർക്ക് വരാനിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ മുന്നോട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിനേക്കാൾ കൂടുതൽ മേൽപോട്ട് ഉയരാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇവർ ഈ സമയം വിനിയോഗിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്തത് നടന്നു കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ആളുകളിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.